എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വിദ്യാഭ്യാസ മന്ത്രി പത്രസമ്മേളനം നടത്തിക്കൊണ്ട് ഈ വർഷത്തെ +2 പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ എത്ര ശതമാനം വിദ്യാർത്ഥികൾ ജയിച്ചിട്ടുണ്ട്, അതായത് കഴിഞ്ഞ വർഷമൊക്കെ ഏകദേശം 98% വിദ്യാർത്ഥികളാണ് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര വിദ്യാർത്ഥികൾ ജയിച്ചു, അതുപോലെ തന്നെ എത്ര വിദ്യാർത്ഥികളാണ് ഫുൾ A+ നേടിയിട്ടുള്ളത്, അതുപോലെ തന്നെ ആകെ എത്ര വിദ്യാർത്ഥികൾക്ക് A+ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ ഫുൾ A+ നേടിയ വിഷയങ്ങൾ ഏതാണ്, അതായത് പ്രധാനമായിട്ടും കൂടുതൽ A+ നേടിയ വിഷയം ഏതാണെന്നിങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസുകൾ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് kerala-results.nic.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ്. അതുപോലെ സഫലം 2024 മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും ഈ വർഷത്തെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി റിസൾട്ടുകൾ അറിയാവുന്നതാണ്. നിങ്ങളുടെ റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിലാണ് പ്രസിദ്ധീകരിക്കുക. മുകളിലായിട്ട് തന്നെ DHSC റിസൾട്ട്സ് 2024 എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 2023 ആ ഒരു റിസൾട്ടിൻ്റെ ലിങ്കാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു ലിങ്ക് പകരം മുകളിലായിട്ട് 2024 എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും മുകളിലായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങളുടെ റോൾ നമ്പർ നൽകുക, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക, സബ്മിറ്റ് ചെയ്യുക, നിങ്ങളുടെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഇത്ര മാത്രമാണ് ചെയ്യേണ്ടത്. സൈഡിലായിട്ട് ഇതുപോലെ ഒരു സിമ്പിൾ നിങ്ങൾക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് നൽകിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു സ്കൂളിലെ ആ ഒരു വിദ്യാർത്ഥികളുടെ റിസൾട്ട് നിങ്ങൾക്ക് മുഴുവനായിട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്കൂൾ കോഡ് dhsc.kerala.gov.in എന്ന വെബ്സൈറ്റിൽ സ്കൂൾ ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ ജില്ല ഏതാണെന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സ്കൂൾ ഏതാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ ആ ഒരു കോഡ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ VHSC റിസൾട്ട് 2024 എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ലിങ്ക് നാളെ ഈ റിസൾട്ട് വന്ന ശേഷം കാണാം. ഇത് 2023 റിസൾട്ടിൻ്റെ ലിങ്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് മാർച്ച് 2023 എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ ആ ഒരു ലിങ്ക് വരുന്ന സമയത്ത് ഈ ഒരു മാർച്ച് 2024 എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ലിങ്ക് മുകളിലായിട്ട് തന്നെ കാണാം. അപ്പോൾ അവിടെ നിങ്ങളുടെ റോൾ നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കും. അതിനുശേഷം അത് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. സൈഡിലായിട്ട് ഇതുപോലത്തെ സിമ്പിൾ നൽകിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ വർഷമൊന്നും ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ സ്കൂൾ വൈസ് റിസൾട്ട് ലഭ്യമായിരുന്നില്ല. അപ്പോൾ ഈ വർഷം അതേ രീതിയിൽ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ റിസൾട്ട് അത് സ്കൂൾ വൈസ് ആയിട്ട് കിട്ടുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ആ ഒരു സ്കൂൾ കോഡ് നൽകിക്കഴിഞ്ഞാൽ, അതായത് സ്കൂൾ കോഡിൻ്റെ മുമ്പിലുള്ള ആ ഒരു സംഖ്യ ഒഴിവാക്കിക്കൊണ്ട് നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റിസൾട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ, റിസൾട്ട് കിട്ടുമോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിങ്ങളുടെ പേഴ്സണൽ റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള ആ ഒരു ലിങ്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. അതേസമയം സ്കൂൾ വൈസ് റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് സാധാരണഗതിയിൽ വർക്ക് ആവാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ സ്വന്തം റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലാണെങ്കിൽ നിങ്ങളുടെയും അതുപോലെ സ്കൂൾ വൈസ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമാണ്, ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു പരീക്ഷയിൽ ജയിക്കുമോ, അത് തോൽക്കാൻ സാധ്യതയുള്ള സബ്ജക്റ്റ് ജയിക്കുമോ എന്നുള്ളത്. നിങ്ങൾക്ക് ഗ്രേസ് മാർക്കിന് അർഹതയുണ്ട് എങ്കിൽ, ഒരു വിഷയം മാത്രം നിങ്ങൾ തോൽക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ നിങ്ങൾ ആ ഒരു ഗ്രേസ് മാർക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് ജയിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നത് നിങ്ങളുടെ +2 TE മാർക്കിനോടൊപ്പമാണ്, +1 TE മാർക്കിനോടൊപ്പമല്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് പ്രത്യേകം എത്ര മാർക്ക് ഒരു വിഷയത്തിന് ലഭിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അത് റിസൾട്ട് വരുന്ന സമയത്ത് ഓരോ ഇയറിലെയും TE മാർക്ക്, CE മാർക്ക്, PE മാർക്ക്, അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക്, GM എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രേസ് മാർക്കിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു കോളം കൂടി അതിൽ കാണാൻ സാധിക്കും. അതിനുശേഷം ടോട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കോളവും കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഗ്രേസ് മാർക്കും നിങ്ങളുടെ ആ ഒരു റിസൾട്ടിൽ ഉൾപ്പെടുന്നതാണ്. അതായത് എത്ര മാർക്കാണ് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ലഭിച്ചത്, ഏത് വിഷയത്തിനാണ് എത്ര വീതം മാർക്കാണ് കിട്ടിയത് എന്നുള്ളത് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിൻ്റെ പേര്, അതുപോലെ തന്നെ ആദ്യം ഫസ്റ്റ് ഇയർ, അതിനുശേഷം സെക്കൻഡ് ഇയർ, ഇതിന് അടിയിലായിട്ട് സബ് കോളംസ് ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് TE മാർക്ക്, അതുപോലെ തന്നെ PE മാർക്ക്, അതുപോലെ തന്നെ CE മാർക്ക്, അതുപോലെ തന്നെ GM എന്ന് പറഞ്ഞാൽ ഗ്രേസ് മാർക്ക്, അതിനുശേഷം ടോട്ടൽ ആ ഒരു ആകെ വരുന്ന മാർക്ക്. ഈ ഒരു രീതിയിൽ ഇതേ രീതിയിൽ തന്നെ ഈ ഒരു സെക്കൻഡ് ഇയറിൻ്റെ ആ ഒരു മാർക്കിന് താഴെയും ഇതേ രീതിയിൽ തന്നെ കാണും. അതായത് ഇവിടെ PE കാണില്ല, ഇത് ഫസ്റ്റ് ഇയറിന് പ്രാക്ടിക്കൽ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു കോളം
പ്രാക്ടിക്കലിൻ്റെ ആ ഒരു കോളം ഒഴിവാകും. ടോട്ടൽ 4 കോളമായിരിക്കും. സെക്കൻഡ് ഇയറിൽ ഈ ഒരു 5 കോളം ഉണ്ടാകും. അതായത് TE, PE, അതുപോലെ CE, അതുപോലെ തന്നെ GM, അതുപോലെ തന്നെ GM എന്നാണ് ഗ്രേസ് മാർക്ക്. അപ്പോൾ ഈ ഒരു ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് ഓരോ വിഷയത്തിനും എത്ര നൽകിയിട്ടുണ്ടെന്നുള്ളത് അറിയാൻ സാധിക്കും. ഗ്രേസ് മാർക്ക് നൽകാത്ത വിഷയത്തിൻ്റെ ഭാഗത്ത് ഇതുപോലെ ജസ്റ്റ് ഒരു വര കാണാൻ സാധിക്കും. ഇത്ര മാത്രമാണ് നിങ്ങളുടെ ആ ഒരു റിസൾട്ടിൽ ഉണ്ടാവുക. അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ +2 സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സമയത്തും അതിൽ നിങ്ങളുടെ ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ എത്ര കിട്ടി എന്നുള്ളത് അറിയാൻ സാധിക്കും. ഈ ഒരു ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അതായത് ഒരു വിഷയത്തിന് +2ന് നിങ്ങൾക്ക് ജയിക്കാൻ 18 വേണം, പക്ഷേ നിങ്ങൾക്ക് ഒരു 15 കിട്ടിയത്. ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് 3 മാർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വിഷയം വിദ്യാർത്ഥികൾ പാസ്സാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.